ആത്മീയതയുടെ പൊൻവെളിച്ചം മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് വന്യമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെയും മുറുകെ പിടിച്ച് അന്ധകാരത്തിൻ്റെ ഇരുട്ട് നീക്കി ഈമാനിൻ്റെ പൊൻപ്രഭ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ചേർത്തുവയ്ക്കാൻ ബഹുമാന്യനായ ഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന റൂഹെ ബയാൻ എന്ന ആത്മീയ മജ്ലിസിന് സാധ്യമായിട്ടുണ്ട്. പതിനായിരക്കണക്കിന് വിശ്വാസികളെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച പണ്ഡിതനും സൂഫി വര്യനും കേരളക്കരയിലേറെ പരിചിതമായ അൽമവാഹിബുൽ ജലിയയുടെ രചയിതാവും കൂടിയായ തഴവ ഉസ്താദിൻ്റെ പേരക്കുട്ടിയാണ് റൂഹെ ബയാൻ എന്ന പുണ്യ മജ്ലിസിന് കാർമ്മികത്വം വഹിക്കുന്ന ഉസ്താദ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി. ഇസ്ലാമിക ആശയ ആദർശങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്ന് പോലും കൈമോശം വന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ കാലോചിതമായ ആശയ ആദർശ പ്രഭാഷണങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അവിടുത്തെ പ്രസംഗത്തിലെ അതുല്യ കഴിവുകൾ കൊണ്ടും ശബ്ദമാധുര്യം കൊണ്ടും കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള മനുഷ്യ മനസ്സുകൾ ഏറ്റെടുത്ത പ്രമുഖ പ്രാസംഗികൻ കൂടിയാണ് ഉസ്താദ് അവർകൾ. മലയാളികളുടെ മനാന്തരങ്ങളിൽ വിങ്ങലേൽപ്പിച്ച വയനാട്ടിലെ ചൂരൽമല ദുരന്തത്തിലെ വീടും നാടും കുടുംബവും എല്ലാം നഷ്ടമായവരടക്കം ഒരുപാട് മനുഷ്യജീവനുകൾക്ക് പുനർജീവൻ നൽകാൻ ഉസ്താദിൻ്റെ കരങ്ങളാൽ സാധിച്ചിട്ടുണ്ട്. 15 വർഷത്തെ ആത്മീയ പരമ്പരയിൽ ഒരുപാട് ചാരിറ്റി സേവനങ്ങൾ പ്രാവർത്തികമാക്കാനും റൂഹെ ബയാൻ ഓൺലൈൻ ആത്മീയ മജ്ലിസിന് സാധ്യമായിട്ടുണ്ട്. കോവിഡ് കാലത്ത് ആയിരക്കണക്കിന് മുഅല്ലിമീങ്ങൾക്ക് സഹായം ചെയ്യുകയും വികലാംഗർക്ക് വീൽചെയർ, അശരണരും പാവങ്ങളുമായ ഒരുപാട് കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നിങ്ങനെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾക്കും റൂഹെ ബയാൻ നേതൃത്വം നൽകി വരുന്നു. മനുഷ്യ മനസ്സിൻ്റെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ദിനം പ്രതി നമുക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി ആത്മീയ പാതയിലൂടെ സ്വസ്ഥവും സമാധാനപരവുമായ ജീവിത അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദീനി മജ്ലിസുകൾ കൊണ്ട് നമുക്ക് കരഗതമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും പവിത്ര പാത പിന്തുടർന്നുകൊണ്ട് റൂഹെ ബയാൻ മജ്ലിസ് ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്.